സ്വച്ഛതാ പഖ്വാഡയുടെ ഭാഗമായിട്ടുള്ള 4ാമത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കേണ്ടത് മാർച്ച് 5-ാം തീയതിയാണ്. മാലിന്യങ്ങൾ വേർതിരിക്കൽ, അങ്കണവാടി പ്ലാസ്റ്റിക് മുക്തമാക്കൽ തുടങ്ങിയവയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ അങ്കണവാടിയിൽ പച്ച, നീല, ചുവപ്പ് നിറങ്ങളിലായിട്ട് 3 വേസ്റ്റ് ബിന്നുകൾ നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇനി അഥവാ ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ ലഭ്യമല്ല എങ്കിൽ പഴയ ബക്കറ്റുകളോ ചെറിയ ഡ്രമ്മുകളോ അതല്ലെങ്കിൽ വേസ്റ്റ് ഇടാൻ പാകത്തിനുള്ള വലിയ പാത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഓരോ വേസ്റ്റ് ബിന്നിനും പച്ച, നീല, ചുവപ്പ് എന്നിങ്ങനെ പേരെഴുതി ലേബൽ പതിപ്പിക്കേണ്ടതാണ്. ഓരോ നിറത്തിനും അനുസരിച്ചാണ് മാലിന്യങ്ങൾ വേർതിരിച്ച് നമ്മൾ അതാത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കേണ്ടത്. പച്ച നിറത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള വേസ്റ്റ് ബിന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാണ്. അതായത് ഭക്ഷ്യാവശിഷ്ടങ്ങള്, പച്ചക്കറികള്, പഴത്തൊലികള്, ഇലകള് തുടങ്ങിയവയാണ് ഈ ഒരു ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഇവ കമ്പോസ്റ്റ് ആക്കിയിട്ട് വളമായിട്ട് പിന്നീട് ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. നീല നിറത്തിലുള്ള വേസ്റ്റ് ബിന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാണ്. അതായത് പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ, പേപ്പറുകൾ തുടങ്ങിയവയാണ് ഈ ഒരു വേസ്റ്റ് ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ചുവപ്പ് നിറത്തിലുള്ള വേസ്റ്റ് ബിന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാണ്. അതായത് ബാക്ടീരിയകൾ, പഴയ മരുന്നുകൾ, രാസവസ്തുക്കൾ തുടങ്ങിയവയാണ് ഈ ഒരു ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ 3 വേസ്റ്റ് ബിന്നുകൾ നമ്മുടെ അങ്കണവാടിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. ഓരോ വേസ്റ്റ് ബിന്നിലും കൃത്യമായിട്ടുള്ള നിറവും അതിൽ നിക്ഷേപിക്കേണ്ട മാലിന്യത്തിന്റെ തരവും കൃത്യമായിട്ട് എഴുതി ലേബലായി ഒട്ടിക്കേണ്ടതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നമ്മുടെ കുട്ടികളിൽ നല്ല ശുചിത്വ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ ഇത്തരത്തിൽ വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കേണ്ടതും അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ ഇത്തരത്തിൽ വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിന് അവരെ പരിശീലിപ്പിക്കേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കണവാടികളിൽ കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ച് നമ്മുടെ അങ്കണവാടി പ്ലാസ്റ്റിക് മുക്ത അങ്കണവാടിയാക്കാനും പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത്. ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫോട്ടോകളും ചെറിയ വീഡിയോകളും എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പരിപാടിയുടെ വിവരങ്ങൾ തുടർന്നുള്ള വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.